ഇപ്പോൾ സിനിമ കണ്ട് ഇറങ്ങിയുള്ളൂ. ഐ നോബഡി, പൃഥ്വിരാജിൻ്റെ. ഞാൻ സിനിമയുടെ ട്രെയിലർ കാര്യങ്ങളൊന്നും കാണാണ്ടാണ് പോയത്. സിനിമ പൃഥ്വിരാജിൻ്റെ ഒരു മൂവിയാണ്. പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആക്ഷൻ മൂവിയാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയിൽ ത്രില്ലർ മൂവിയാണ് എന്ന് വിചാരിച്ചാണ് കാണാൻ പോയത്. സിനിമ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു രീതിയിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കൊരു അവാർഡ് പടം പോലെ ഇട്ട് വെറുപ്പിക്കുന്ന ഒരു സിനിമയായിപ്പോയി. ഒരു നല്ല സബ്ജക്റ്റ് ഉണ്ടായിട്ടും അതൊരു ത്രില്ലിംഗ് ആയ രീതിയിൽ ഷൂട്ട് ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴേക്കും ഒരു രീതിയിലും നമുക്കത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. സിനിമ ഒരു രീതിയിൽ ഒരു ഹൈ തരുന്ന ഒരു പോയിൻ്റ് സിനിമയിൽ ഇല്ല. തുടക്കത്തിലൊരു 10 മിനിറ്റിൽ ഞാൻ വിചാരിച്ചു ഇതൊരു നല്ലൊരു ത്രില്ലർ മൂവിയാണെന്നാണ് വിചാരിച്ചത്. ഇതിൽ കുറേ ആക്ഷൻ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ സ്റ്റണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക, നിർജീവമായിട്ടിരിക്കില്ലേ. ഇത് എന്തോ ഒരു ചുമ്മാ കുറേ ഇടി ഇത് തന്നെ. ഇത് നമുക്ക് കണ്ടിട്ട് ഒട്ടും നമുക്കതൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ BGM ഉണ്ട്. BGM കേട്ട് തല തെറിച്ച് പോണ കുറേ BGMകളുണ്ട്. BGM കുറേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കുറേ ആക്ഷൻ സീനുകൾ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. മൊത്തം വെറുപ്പീര. സിനിമ കാണാൻ ചെന്നത് EVM മാതായില, അടിമാലിൽ. സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞ സമയത്ത് സിനിമ കാണാൻ ആളില്ല. അപ്പോൾ ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമ ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞു. 2 പേര് ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്നു, ഞാൻ ഉണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഒരു ചേട്ടനും വന്നു. 4 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ സിനിമ ക്യാൻസൽ ആവുമെന്നുള്ളൊരു ഘട്ടം വന്നു. 2 മണിക്കത്തെ ഷോയ്ക്കാണെങ്കിൽ 17 പേരെങ്ങാണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ 2-3 പേരും കൂടെ വന്നു. മൊത്തം ഒരു 7-8 പേരായി. 8 പേരായിട്ട് അവർ സിനിമ ഇട്ടു. എന്തോ പറയാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടേ മടുത്തു പോയൊരു സിനിമയില്ല. ഇതുപോലൊരു പടമായിരുന്നു ഈ പള്ളിച്ചട്ടമ്പി. ഒരു മാതിരി വെറുപ്പിക്കൽ തന്നെ, വെറുപ്പിക്കൽ. സിനിമ എങ്ങനെ തീർന്നെന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള അവസ്ഥയായി. ഇത് ക്ലൈമാക്സിലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചാണ് ഇരുന്ന് കാണുന്നത്. ക്ലൈമാക്സിലും ഒരു സുഖമില്ല, ഒരു രസമില്ല. ഒരു രീതിയിൽ അതിനകത്തൊരു സീൻ പോലും ഒന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയൊരു സീനൊന്നുമില്ല. ചുമ്മാ എന്തോ ഒരു കഥ. ലോജിക്കൊന്നുമില്ല. ലോജിക്ക് വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. സിനിമ കാണുമ്പോൾ ലോജിക്ക് വേണ്ട, എൻ്റർടൈനിങ് ആവണമല്ലോ. എൻ്റർടൈനിങ് ഒന്നും ഇല്ലെന്നേ. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാണാം. അത് കുറേ BGM ഒക്കെ ഉണ്ട്, ഭയങ്കര ശബ്ദവും. ഒരു രീതിയിലും സിനിമയെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുമ്മാ ഇമോഷണൽ ആക്കുക. ഇമോഷണൽ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ്സും ഇല്ല. മൊത്തത്തിൽ മൂഡ് പോവും. 2-2.5 മണിക്കൂർ സമയവും പോവും. ഞാൻ പൃഥ്വിരാജിൻ്റെ സിനിമയാണെന്നുള്ളൊരു ഇതിലാണ് പോയി കണ്ടത്. പൃഥ്വിരാജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. ഇതുപോലെ തന്നെയായിരുന്നു പള്ളിച്ചട്ടമ്പി കാണാൻ പോയപ്പോഴും ഞാൻ ടോവിനോടെ വലിയ ഇഷ്ടമാണ് ടോവിനോനെ. അപ്പോൾ ടോവിനോടെ പടമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് പോയി കണ്ടതാണ്. അതും ഇതുപോലെ എന്തൊക്കെയോ കാണിച്ചൊരു സിനിമ എടുത്തു വെച്ചിരുന്നു. ഒന്നും പറയാനില്ല. ഇപ്പോൾ ഖലീഫ, പൃഥ്വിരാജിൻ്റെ ഒരു പടം വരുന്നുണ്ട്. അത് ആക്ഷൻ പടമാണല്ലോ. അതിൻ്റെ ട്രെയിലർ കണ്ടെത്തറിയാം. കുറച്ച് ആക്ഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇത് പറ്റൂല കേട്ടോ. ഇത് വൻ വെറുപ്പീരാണ് പടം. വെറുപ്പീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പീര്.
ഇവർക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവർ കാണൂല്ലോ. ഇത് പ്രിവ്യൂ ഷോ വല്ലതും വെക്കൂല്ലോ. ഷോ അല്ല ഇത്, സിനിമ ഫുൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം മുതൽ അവസാനം വരുന്നത് കാണുമല്ലോ. ഈ സിനിമയിൽ കുറേ ഭാഗം കട്ട് ചെയ്ത് കളയുമായിരുന്നെങ്കിൽ അരമണിക്കൂറെങ്കിലും ലാഭം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇത് ഇങ്ങനെ ഇട്ട് വെറുപ്പിക്കുമോ എങ്ങനെ ഇട്ട്? ഇത് തീരുമോ? അതുമില്ല. എന്തോ പറയാനാന്ന് പറ. എന്തായാലും എനിക്ക് ഒരു രീതിയിലും പടം ഇഷ്ടപ്പെട്ടില്ല. ആർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പോലും ആരും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകപക്ഷീയമായിട്ട് പറയാം, ഇതുപോലൊരു വെറുപ്പീര് പടം ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ പോകണ്ട എന്നൊന്നും ഞാൻ പറയില്ല, എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ. സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുതെന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത്. അങ്ങനെ ഞാൻ കമൻറ്റ് പറഞ്ഞതിന് ഒന്നും തകരണ്ട, എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. സിനിമ കാണാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് കാണാം. എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നിയത്. നിങ്ങളും കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആണോന്ന്. മൊത്തത്തിൽ എൻ്റെ കൂടെ കാണാൻ വന്നവർക്കൊന്നും സിനിമ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ 7 പേരുള്ളായിരുന്നല്ലോ. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടു. തിയേറ്ററിൽ ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും ആരുമില്ല. ഉച്ചയ്ക്ക് 17 പേരും കണ്ട് ബുക്ക് ചെയ്തിരിപ്പുണ്ട്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ.